അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങാതെ ഇസ്രായേൽ വിജയിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി പറഞ്ഞതായിരിക്കുന്ന പ്രസ്ഥാനം വലിയ രീതിയിൽ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയിട്ട് ഒന്നര വർഷമായിട്ടും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഒരു വിജയം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല. 1967 6 രാജ്യങ്ങളുമായി യുദ്ധം ചെയ്ത് 6 മണിക്കൂർ കൊണ്ട് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ഒരു സൈനിക ശക്തി യഥാർത്ഥത്തിൽ ഫലസ്തീന് മുമ്പിൽ വിറക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാനിൽ നടന്നിരിക്കുന്ന ബന്ദർ അബ്ബാസ് തുറമുഖത്തോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന സ്ഫോടനം യഥാർത്ഥത്തിൽ അമേരിക്ക നടത്തിയതാണ് എന്ന് തെളിയുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാവാത്തൊരു സാഹചര്യം വന്നാൽ ഒരിക്കലും ഇസ്രായേലിന് ജയിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് കാര്യം. ഇസ്രായേലിനെതിരെ യുദ്ധമുഖത്തുള്ള സജീവമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോക്സി വിഭാഗങ്ങളും ഇറാന്റെ സെട്ടിപ്പാണ്. അപ്പോൾ ഒതുങ്ങേണ്ടത് ഇറാനാണ്. ഇറാൻ ഒതുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ നിന്ന് നേരിട്ട് കൊണ്ട് ഇറാൻ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശിക്ഷയും അതിൻ്റെ ഒരു പ്രതിരോധവും പ്രതികാരവും എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ ഇപ്പോഴും മൊസാദ് സംഘത്തിന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നേരിട്ട് ഇറാനുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ താല്പര്യമൊന്നുമില്ല, ഇസ്രായേലോട്ട് ചെയ്യുകയില്ല. പകരം എന്ത് ചെയ്യണം? അതിന് അമേരിക്ക തുനിഞ്ഞിറങ്ങണം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള ബന്ധം പോലും മുറിഞ്ഞു പോകും എന്നൊരു ഭയപ്പാട് അമേരിക്കയ്ക്കുള്ളതിനാൽ യഥാർത്ഥത്തിൽ അമേരിക്കയും അതിന് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേലിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യം.